ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിലും അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടും CPM-ന് വലിയ തലവേദനയാവുകയാണ്. യുവതീ പ്രവേശന വിവാദത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM തകർന്നടിഞ്ഞിരുന്നു. സമാനമായൊരു തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്നാണ് CPM-ന്റെ ആശങ്ക. ഈ വിഷയമാണ് ലൈവ് റിപ്പോർട്ട്സ് ആദ്യം വളരെ വിശാലമായി ചർച്ച ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്തും ന്യൂസ് ഡെസ്കിൽ നിന്ന് പ്രജിത് മോഹനും ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്കാണ്. പ്രജിത്ത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യുവതീ പ്രവേശന വിവാദം കത്തി നിൽക്കുന്ന ആ ഒരു വേളയിലാണ്. അന്ന് നമുക്കറിയാം, കേവലം ഒരു സീറ്റിലേക്ക് ആലപ്പുഴയിലെ ആരിഫിന്റെ വിജയം ഒഴിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തുടനീളം CPM-നെതിരെ ഇടത് സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വിധിയെഴുത്താണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തരുടെ ഭാഗത്ത് നിന്ന്, ഹിന്ദു വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന്. അതിൻ്റെ ഒരു തനിയാവർത്തനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക സ്വാഭാവികമായും CPM-നുണ്ടാകും. കാരണം യുവതീ പ്രവേശനത്തിന് സമാനമായി അല്ലെങ്കിൽ അതിലും ഒരുപടി കടന്നുള്ള ദേവന്റെ സ്വത്ത് അതുപോലെ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഈ ഭരണകൂടവും ഇവിടുത്തെ ദേവസ്വം ബോർഡുമൊക്കെ. അപ്പോൾ ആ ഒരു ആശങ്ക സ്വാഭാവികമാണല്ലോ CPM-ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. പറയേണ്ടി വരും. കാരണം യുവതീ പ്രവേശന വിവാദ കാലം മുതൽക്ക് ഇങ്ങോട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള പൊതു സാമാന്യ ജനത്തിന്റെ അഭിപ്രായങ്ങളിലും ഹൈന്ദവ സമൂഹത്തിന്റെ നിലപാടുകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ച് ഓരോ തരം കൊള്ളകളും ഓരോ തരം ആചാര ലംഘനങ്ങളും ഓരോ തരം പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന CPM-ന്റെ അടക്കമുള്ള അർബൻ നക്സലുകളുടെ അടക്കമുള്ള വേട്ടയാടലുകൾ അല്ലെങ്കിൽ അവരുടെ അപമാനിക്കലുകൾ, SFIയുടെ നേതൃത്വത്തിലുള്ള പല പ്രവർത്തികൾ, ഇതെല്ലാം കുറേ കാലമായി കേരളത്തിലെ ജനത വലിയ രീതിയിൽ നോക്കിക്കാണുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഈ കുറേ നാളുകൾ നീണ്ടു നിന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു അന്തിമ രൂപം അല്ലെങ്കിൽ CPM ഉണ്ടാകാൻ പോകുന്ന വലിയ തിരിച്ചടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് പ്രത്യക്ഷമായി പ്രതിഫലിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ സ്വാഭാവികമായും ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് CPM ഇങ്ങനെ ഒരു ആശങ്കയിലേക്ക് പോകുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ 2016 തൊട്ടുള്ള കാലയളവിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ 2019 തൊട്ടുള്ള കാലയളവിലെ കാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ യുവതീ പ്രവേശന വിവാദ കാലത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമായിരുന്നു കേരളത്തിലെ ഹൈന്ദവ ജനത അതിനെതിരെ ഉയർത്തെഴുന്നേറ്റത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കേരള മാസകലം നടന്നിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ശബരിമലയിൽ നടന്ന സംഭവങ്ങളും കണ്ടിട്ടുള്ളതാണ്. ആചാര ലംഘനത്തിന് വേണ്ടി സർക്കാർ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിനനുസരിച്ചുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായി. പിന്നീട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ CPM വലിയ രീതിയിലുള്ള ആ തിരിച്ചടി നേരിട്ടു എന്നുള്ളത് CPM-ന്റെ പ്രാദേശിക ഘടകങ്ങൾ മുതൽ ചർച്ചയായതാണ്. പ്രത്യേകിച്ച് അർബൻ നക്സലുകൾക്കും വേണ്ടി, ഒപ്പം തന്നെ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കും ആ നിലപാടുള്ള ആളുകളെയും ഒക്കെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഹൈന്ദവാചാരങ്ങളെ മനഃപൂർവ്വം കരിവാരി തീർക്കാനും അതിൽ തെറ്റുകൾ ഒരുപാടുണ്ട് എന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു ശ്രമം CPM-ന്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായി. ഒടുവിൽ അവരതിന് പലപ്പോഴും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ മാപ്പ് പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ശബരിമല യുവതീ പ്രവേശന വിവാദത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഓരോ ആളുകളും അഴിക്ക് പിന്നിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ഈ ശബരിമല യുവതീ പ്രവേശന വിവാദ കാലം തൊട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു സമയം എത്തുമ്പോഴേക്കും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ വലിയൊരു മാനസിക പരിവർത്തനം വന്നു കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യം കൂടി തെളിവായിരുന്നു. പ്രത്യേകിച്ച് ഈഴവ വിഭാഗങ്ങളിൽ നിന്നടക്കമൊക്കെ BJP-യിലേക്കുമൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഒഴുക്ക്, എല്ലായിടങ്ങളിലും ശബരിമലയിലെ പ്രശ്നങ്ങൾ, ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഹിന്ദു വിഷയങ്ങൾ ചർച്ചയാകാൻ തുടങ്ങുന്ന സാഹചര്യം, അങ്ങനെ വലിയ രീതിയിലുള്ള മാറി ചിന്തിക്കലിന് കേരളത്തിലെ ഹൈന്ദവ സമൂഹം തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് CPM പോകുന്ന സാഹചര്യമുണ്ട്. ഇതിൽ ശബരിമല ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM കാട്ടിക്കൂട്ടിയ കുറേ കോപ്രായങ്ങളുണ്ട്. ആ കോപ്രായങ്ങളൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ എങ്ങനെയാണോ കേരളത്തിലെ ഹിന്ദു വിരുദ്ധത കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ചർച്ചയായി, ആ ചർച്ചകൾ CPM-ന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അംഗങ്ങളായിട്ടുള്ള പാർട്ടി എന്ന നിലയിൽ അവർക്ക് ഈ ഹൈന്ദവ വിഷയങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. നേരത്തെ ഉണ്ടായ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണം എന്നൊരു സാഹചര്യമൊക്കെ വരികയും ചെയ്തിരുന്നു. പക്ഷേ അവർ അതിനുവേണ്ടി ചില കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തിയതാണ് ഈ ആഗോള അയ്യപ്പ സംഘം അടക്കം നമ്മൾ കണ്ടത്. അങ്ങനെ ആഗോള അയ്യപ്പ സംഗമവും നടത്തി. പക്ഷേ അന്ന് ആ പരിപാടി നടക്കുന്ന ദിവസം തന്നെ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. മുഖ്യമന്ത്രി ഒഴിഞ്ഞ കസേരകളെ നോക്കി പ്രസംഗിക്കുന്ന സാഹചര്യം, അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകളെ പറ്റിയുള്ള വന്ന ആളുകളെ പറ്റിയുള്ള കാര്യങ്ങൾ, ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പഠിക്കാൻ എന്ന പേരിൽ കൊണ്ടുവന്നവർ ഇടുക്കിയിലെയും മൂന്നാറിലെയും ഒക്കെയുള്ള 5 സ്റ്റാർ ബാർ ഹോട്ടലുകളിൽ താമസിച്ച് ശബരിമലയിലെ കാര്യങ്ങൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ വിവാദങ്ങൾ അന്നും ഉയർന്നിരുന്നു. പക്ഷേ ആ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ്
ഈ ഹിന്ദു വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPM-ന് അവസാനമായി കിട്ടിയ ഏറ്റവും വലിയ പണികളിലൊന്ന് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. അതാ സമയത്ത് വരുന്നു ശബരിമലയിലെ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ അയ്യപ്പന് സമർപ്പിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കട്ടെടുത്തു എന്ന രീതിയിലേക്കുള്ള കാഴ്ചകൾ വരുന്നത്. സ്വർണ്ണപ്പാളി കവർച്ചയും കട്ടിളപ്പാളി കവർച്ചയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ കവർച്ചയും ഒക്കെ പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇതുവരെ ഇല്ലാത്ത തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിലയിരുത്തൽ CPM-നുണ്ടായത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ ഒപ്പം നിർത്തുക, തങ്ങൾ വിശ്വാസികൾക്കെതിരല്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ അന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. പക്ഷേ എന്താണോ ലക്ഷ്യമിട്ടത് അതിന് നേർ വിപരീതമായി കാര്യങ്ങൾ സംഭവിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാരിൻ്റെ ഈ ഹിന്ദു വിഷയങ്ങളുള്ള, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പൊള്ളത്തരം എത്രത്തോളമാണെന്നുള്ളത് വ്യക്തമായി. അയ്യപ്പന് കൈചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെ കണ്ട കാഴ്ച ഇന്നും കേരളത്തിലെ ഹൈന്ദവ സമൂഹം മറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് CPM-നെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നതും. എന്തായാലും ഒരു വശത്ത് സ്വർണ്ണക്കവർച്ച നിലനിൽക്കുന്നു. ശബരിമലയിൽ കാലങ്ങളായി നിലനിന്നിട്ടുള്ള സംഘടിതമായിട്ടുള്ള കൊള്ള, അത് ശബരിമലയിലെ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് ചുറ്റും പതിച്ചിരിക്കുന്ന പാളികളിലെ സ്വർണം മാത്രമല്ല, അയ്യപ്പൻ്റെ പലവിധമായ സ്വത്തുക്കളിൽ കവർച്ച നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ലക്ഷക്കണക്കിന് ഏക്കർ വരുന്ന ഭൂമി അത് കൊള്ള ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. പല ക്ഷേത്രങ്ങളിലും ഈ ഉച്ചക്കഞ്ഞിയിലും പ്രഭാത കഞ്ഞിയിലും പോലും അഴിമതി നടത്തുന്ന CPM നേതാക്കളുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. CPM സംഘടനാ പ്രവർത്തകരുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലമായി CPM ഇതുവരെ നേരിട്ടിട്ടില്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന വിധയ്ക്കാണ് CPM-ന്റെ നേതാക്കൾ നേതൃത്വം നൽകുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയായാലും ശരി, പലയിടങ്ങളിലെ ഭൂമി തട്ടിപ്പാണെങ്കിലും ശരി, അതുമായി ബന്ധപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന പലവിധമായ ആക്രമണങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ എന്ത് ലക്ഷ്യമിട്ടാണോ ശബരിമല അയ്യപ്പ സംഗമം അല്ലെങ്കിൽ ഭക്തസംഗമം എന്ന രീതിയിലൊരു പരാജയ സംഗമം സർക്കാർ നടത്തിയത്, അതിന് നേരെ വിപരീതമായി ഭക്തജനങ്ങൾ, ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയും ആഗോള അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പുകളും പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-നെ ഏറ്റവും കൂടുതൽ വിരൽ പിടിപ്പിച്ചതൊരു പാട്ടായിരുന്നു എന്നുള്ളത് മറന്നു പോകരുത് ഗൗതം. കാരണം സ്വർണ്ണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ആ പാട്ട് CPM-ന് അത്രത്തോളം വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ പാട്ട് പാടാത്തത് എന്നുള്ളതായിരിക്കും ചോദിക്കേണ്ടി വരിക. കാരണം അത്രയധികം പ്രശസ്തി ആ പാട്ടിനുണ്ടാകുന്നു. ആ പാട്ട് എന്താണ് ഉദ്ദേശിച്ചത്, ആ സന്ദേശം ജനങ്ങളിലേക്ക് വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു. CPM-ന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങാൻ ആ പാട്ടും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളും സഹായിച്ചു.